ഈ ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട സിനിമയായിട്ട് ഇന്ന് ജൂൺ 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഗർ. ഒരു സർവൈവൽ കോമഡി എന്റർടൈനർ സിനിമ എന്ന പേരിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട്, അനഘ, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച, കൂടാതെ സിംഹം, ഒറിജിനൽ സിംഹം കൂടി അഭിനയിച്ച സിനിമയാണല്ലോ ഗർ. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം പ്രതീക്ഷിച്ചതുപോലെ ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ആവറേജ്, ബിലോ ആവറേജ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് ശേഷം സിനിമ ഇതിനോടകം തന്നെ നേരിടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയിലെ കോമഡി രംഗങ്ങൾ മാത്രമാണ് ചിത്രത്തിലേക്ക് ആശ്വാസം. അതല്ലാതെ സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നു. ഒരു തവണ കാണാവുന്ന ഒരു ടൈം പാസ് സിനിമയായിട്ട് കൂടി മാത്രമേ ഗർ എന്ന സിനിമ മാറുന്നുള്ളൂ എന്നാണ് അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കുഞ്ചാക്കോ ബോബൻ, അതോടൊപ്പം തന്നെ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരുടെ പ്രകടനങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ സുരാജിന്റെ കോമഡി എല്ലാം തന്നെ മികച്ച രീതിയിൽ അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ സിനിമയെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സഹായിച്ചിട്ടില്ല എന്നാണ് ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ പകുതിക്ക് ഒരു ഡീസന്റ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടാം പകുതി നല്ല രീതിയിൽ താഴെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആവറേജ്, ബിലോ ആവറേജ് അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ ഗർ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് വെർഡിക്റ്റ് ഇപ്പോൾ തന്നെ ഊഹിക്കാം. സൗത്ത് ആഫ്രിക്കയിലടക്കം ചിത്രീകരണം ഉണ്ടായ സിനിമ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരു കുഞ്ചാക്കോ ബോബൻ സിനിമ കൂടിയാണ്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എസ്ര പോലൊരു കിടിലൻ ക്വാളിറ്റി ഹൊറർ ത്രില്ലർ സിനിമ ഒരുക്കിയ ജയ്ക്കെയാണ്. ശേഷം ഒരുപാട് സമയമെടുത്ത് ചിത്രീകരിച്ച് അതോടൊപ്പം തന്നെ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം തന്നെ നടന്ന സിനിമ കൂടിയായിരുന്നു ഗർ. ഇപ്പോഴത്തെ സംവിധായകന്റെ പുതിയ സിനിമ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.